ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് ഒരു അടിപൊളി അപ്ഡേറ്റ് പറയാനാണ്. അതായത് KSRTC അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ പറയാൻ. അതായത് KSRTCയിൽ ഓൺലൈനായിട്ട് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ ഗണേഷ് കുമാർ സാർ വന്നപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ ബുക്ക് ചെയ്യണം, അതായത് 2025 നമ്മൾ KSRTC ബസ്സിൽ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക KSRTCയിലെ യാത്ര ചെയ്യുന്നവർക്ക്. അപ്പൊ നമുക്കറിയാം, ഒരു സാധാരണക്കാരന്റെ വാഹനമാണ് KSRTC. ഈ ഒരു KSRTCയിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അത് നമുക്ക് ആപ്പിലൂടെയും വെബിലൂടെയും നമുക്ക് ബുക്ക് ചെയ്യാം. ഞാനിത് വെബിലൂടെ എങ്ങനെയാണ്, അതായത് ഗൂഗിൾ ക്രോം എടുത്തിട്ട് അതിൽ എങ്ങനെ ബുക്ക് ചെയ്യണം എന്നാ കാണിക്കുന്നത്. ആപ്പിലൂടെ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡർ വീഡിയോ റീൽസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടും ചെയ്യാം. അത് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ 5 കമന്റെങ്കിലും ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇടണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് KSRTCയിൽ ബുക്കിങ്ങിന്റെ രീതി മാറിയിട്ടുണ്ട്. അപ്പൊ ആ രീതി മാറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഫുൾ അങ്ങ് മാറിപ്പോയി. എങ്ങനെ? ഓൺലൈനിൽ പണ്ട് നമ്മൾ KSRTC ഓൺലൈനിലായിരുന്നു ബുക്ക് ചെയ്യുമ്പോൾ അതിന് പകരം ഈ കാണുന്ന വെബ് അഡ്രസ്, അതായത് KSRTC സ്വിഫ്റ്റിന്റെ ഒരു പോർട്ടൽ വന്നിട്ടുണ്ട്. ആ പോർട്ടലിന്റെ ത്രൂ ആണ് ബുക്ക് ചെയ്യേണ്ടത്. പിന്നെ അതിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവറുടെ ബാക്കിൽ 2 സീറ്റും, AC ലോ ഫ്ലോറിന്റെ കേസാണ് പറയുന്നത്, ഡ്രൈവറുടെ ബാക്കിലുള്ള 2 സീറ്റും ലെഫ്റ്റ് സൈഡിലുള്ള 2 സീറ്റും ലേഡീസ് ആണ്. അത് അബദ്ധവശാലും നിങ്ങൾ ബുക്ക് ചെയ്യരുത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ടർക്ക് നിങ്ങളുടെ സീറ്റ് മാറ്റാനുള്ള അധികാരമുണ്ട്. ബാക്കി സീറ്റ് എല്ലാം ഫുൾ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ യാത്ര തന്നെ ക്യാൻസൽ ആയിപ്പോൾ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ലേഡീസ് സീറ്റ് ബുക്ക് ചെയ്യാതിരിക്കുക. ഇതൊക്കെ എങ്ങനെയാ ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ ഈ വീഡിയോയുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ട്യൂട്ടോറിയൽ വീഡിയോ കാണല്ലേ, നേരെ പോവാം. ആദ്യം ഗൂഗിൾ ക്രോം എടുത്തിട്ട് നിങ്ങൾ അവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക KSRTC ബുക്കിംഗ്. പണ്ടത്തെ ലിങ്ക് അല്ല കേട്ടോ. ഇപ്പൊ KSRTC സ്വിഫ്റ്റിൻ്റെയിലാണ് ബുക്ക് വരുന്നത്. അത് ഓൺലൈൻ KSRTC സ്വിഫ്റ്റ് കാണാം നിങ്ങൾക്ക്. ഞാൻ സ്ഥിരം ബുക്ക് ചെയ്യുന്നതായതുകൊണ്ട് കാണാം നിങ്ങൾക്ക്. ഇവിടുന്ന് നിങ്ങൾക്ക് ഏത് ബസ്സാണ് വേണ്ടത്, ഏത് ഡേറ്റാ, കാര്യങ്ങൾ, ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ നമുക്ക് 1 വേ വേണോ റൗണ്ട് ട്രിപ്പ്, അതായത് ഇന്ന് പോയി ഇന്ന് തന്നെ മടങ്ങാൻ അല്ലെങ്കിൽ നാളെ മടങ്ങാൻ വെച്ചാൽ റൗണ്ട് ട്രിപ്പ് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ട്രാവലിംഗ് അവിടെ നിന്നാണ്, ഞാൻ കോഴിക്കോട് നിന്നാണ് കൊടുക്കുന്നത്. നമ്മൾ സ്ഥിരം കൊടുക്കുന്നതുകൊണ്ട് തൃശ്ശൂർ. ഡേറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് May 31 ആണ്. എന്നിട്ട് നമുക്ക് ആദ്യം ബസ് സെർച്ച് ചെയ്യാം, ഏതൊക്കെ ബസ് ഉണ്ട്. ഞാൻ AC ലോ ഫ്ലോർ ആണ് അധികം എടുക്കാറ്. നമുക്ക് അത് തന്നെ ബുക്ക് ചെയ്യാം. ഇതിലൊക്കെ ബുക്കിംഗ് ഡിസ്റ്റൻസ് ഇത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സ്വിഫ്റ്റ് ഡീലക്സ് എയർ ബസ്സിലും അതേപോലെ തന്നെ മിന്നലിലൊക്കെ നമുക്ക് പിന്നീട് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ തലേ ദിവസം മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. ഇവിടെ 237 ഇതാണ് ലോ ഫ്ലോർ AC. ഞാനിപ്പോൾ 5:30 ലോ ഫ്ലോർ AC ബുക്ക് ചെയ്യാണ്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് സെലക്ട് ചെയ്യണം ബുക്ക് ചെയ്യണമെങ്കിൽ. അപ്പം നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ, ഡ്രൈവറെ ബാക്കിലെ 2 സീറ്റും അതേപോലെ തന്നെ ഇവിടെ കയറി വരുന്ന ഈ ഭാഗം ഇവിടെ ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും റെഡ് ഇട്ടിരിക്കുന്നത്. ഈ റെഡ് ഇട്ടത് എന്താ വെച്ചാൽ ലേഡീസ് സീറ്റാണ്. അപ്പൊ ഇവിടെ സപ്പോസ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ലേഡിക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് മാറ്റും. കണ്ടക്ടർക്ക് മാറ്റാനുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഈ വണ്ടിയിൽ വേറെ സീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് ക്യാൻസൽ ആയി പോകും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ സോൾഡ് ആണ്, അത് നോക്കണ്ട. ഇത് ഇനി എങ്ങനെയാ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റെഡ് ഇട്ടേല് ബുക്ക് ചെയ്യരുത് മെയിൽ പാസഞ്ചേഴ്സ്. അപ്പൊ ഈ ഒരു ഇത് ഈ നാലെണ്ണം പറഞ്ഞ ഫേസ് ടു ഫേസ് സീറ്റ്സ് ആണ്. അപ്പൊ അത് ബുക്ക് ചെയ്യുമ്പോൾ ഇത് ബാക്കിലേക്ക് ഡ്രൈവർ, അതായത് നമ്മുടെ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അത് ബുദ്ധിമുട്ടുള്ളവർ അത് ബുക്ക് ചെയ്യാതെ ഇരിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പൊ ഡാർക്ക് ഗ്രീൻ വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എവിടെ നിന്നാണ് ബോർഡിംഗ് പോയിന്റ്, അത് നമ്മുടെ KSRTC മാവൂർ കൊടുത്തു. തൃശ്ശൂർ എവിടെയാണ് ഇറങ്ങേണ്ടത്, തൃശ്ശൂരും കൊടുത്തു. ഇവിടെ 7, 9, 10 ഞാൻ 3 സീറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ പാസഞ്ചർ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് എൻ്റെ പേര് കൊടുത്തു, പിന്നെ വൈഫിന്റെ നെയിം കൊടുത്തു, മോളുടെ പേരും കൊടുത്തു. ഇവിടെ ഏജ് കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റിലോട്ട് പോവാം. പേയ്മെന്റിന് പ്രൊസീഡ് ടു പേയ്മെന്റ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം.
പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കാം. ഒന്നെങ്കിൽ ഫോൺ പേ ഗൂഗിൾ പേ അടയ്ക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഫോൺ പേ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ തന്നെയാണ് നമുക്ക് ആപ്പിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആപ്പിൽ വീഡിയോ എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത് അറിയില്ലെങ്കിൽ അതിന്റെ എന്റെ ഈ വീഡിയോയുടെ താഴെ ഒരു 5 കമന്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇത് ആപ്പിൽ ഇതേപോലെയുള്ള സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് തരും. അത് വേണമെന്നുണ്ടെങ്കിൽ 5 to 10 കമന്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരുന്നതാണ്. ഇവിടെ ആ എമൗണ്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പേയ്മെന്റ് കൊടുക്കുക. ഇത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് നടത്താം. ഞാൻ അത് ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ അതവിടെ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു വരും. ഇല്ലെങ്കിൽ പേയ്മെന്റ് പ്രോസസ് ചെയ്യും. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഹാപ്പി ജേർണി. സോ ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.